നമ്മളിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റീൽസും ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാറുണ്ടോ, എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 21 വയസ്സുകാരൻ ഒരിക്കൽ നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയും അവൻ്റെ ജീവിതത്തിലുണ്ടായൊരു തകർച്ചയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. അതിന് ഞാൻ അവനോട് ഇവിടെ എൻ്റെ അടുക്കൽ നേരിട്ടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ ആ മനസ്സൊക്കെ കണ്ടപ്പം ശരിക്കും അവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരത്തിലെ നെഞ്ചിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ വലതുഭാഗത്തും അവനെ ടാറ്റു ചെയ്തിട്ടുണ്ട്, പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം, അപ്പം ഞാൻ മനസ്സിലാക്കിയത് അവനൊരാൾക്കും പിടികൊടുക്കാത്ത ഒരാളാണ് എന്നാണ് നീ അവസാനമായിട്ട് സുബഹി നിസ്കരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവനക്ക് അതുപോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിതം കൃത്യമായൊരു സ്പിരിച്വൽ ട്രാക്കിലല്ലാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ സമയം ചെലവഴിച്ചത് ഈ റീൽസ് കൊണ്ടും ഈ വീഡിയോസ് കൊണ്ടും ഷോർട്സ് കൊണ്ടൊക്കെ സാധ്യമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ളൊരവസരം ഇതുകൊണ്ട് കിട്ടി. ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നെല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. ഏതെങ്കിലും ഒരു ക്ലിക്കിൽ അവരുടെ മുമ്പിലേക്ക് ഒരിക്കലും ഒരു ദീനീ പ്രഭാഷണ വേദികളിലോ മറ്റോ ഒക്കെ മുഖം കൊടുക്കാത്ത, കാതു കൊടുക്കാത്തവർ ഇത്തരം റീൽസിൽ എപ്പോഴെങ്കിലും ഒന്ന് സാഗൂതം ഇത് കേട്ടിരിക്കാൻ തയ്യാറായ ഒരു 30 സെക്കൻഡെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെറിയ രൂപത്തിലെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ വീഡിയോ കൊണ്ടൊക്കെ സാധ്യമാകുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുപാട് സുകൃതങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.